എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാങ്കൽ ഡാമിനടുത്താണ്. പട്ടാമ്പിലെ വളരെ മനോഹരമായ വെള്ളിയാങ്കൽ ഡാം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള KUV 100. നമുക്കറിയാം, മഹീന്ദ്ര ബിഗർ SUVസിനെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ പ്രശസ്തരായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ ഒരു KUV 100 കൂടെ അവർ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു യങ്ങർ SUV എന്നുള്ള കാറ്റഗറിയിലാണ്. യങ്ങർ SUV ഇൻ ദ സെൻസ് ഒരു ഹാച്ച് ബാക്ക് കാറിന്റെ എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങളും മൈലേജും കോസ്റ്റും എല്ലാം തന്നെ ഉണ്ടാവും. എന്നാൽ ഒരു ബിഗർ SUV യൂസ് ചെയ്യുന്ന അതേ ക്യാരക്ടേഴ്സിൽ അതേ റഫ് ആൻഡ് റഗഡ് ആയിട്ട് ഈ വെഹിക്കിളിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിനെ മഹീന്ദ്ര പൊസിഷൻ ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. മഹീന്ദ്രയുടെ മറ്റെല്ലാ SUVs പോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ വെഹിക്കിൾ മഹീന്ദ്ര ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു അർബൻ കൈൻഡ് ഓഫ് ഫീൽ ഈ വെഹിക്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിന്റെ ഗ്രിൽസ് ആണ്. ഒരു ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഫ്രണ്ട് ഗ്രിൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഡ്യുവൽ ടോൺ ബമ്പേഴ്സ് ആണ് ഈ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ബോഡി കളർ ആൻഡ് ബ്ലാക്ക് കളർ. ആൻഡ് ഈ ഒരു അട്രാക്റ്റീവ് ഫീലിന് കൂടെ തന്നെ നമുക്ക് ഇതിനിടയിൽ ഒരു സേഫ്റ്റി മെഷറായിട്ട് ഒരു സ്റ്റോൺ ഗാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു SUV ഒരു റഫ് ആൻഡ് റഗഡ് കണ്ടീഷനിൽ ഓടിച്ചാലും ഈ സ്റ്റോൺ ഗാർഡ് നമുക്ക് വെഹിക്കിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കും, എഞ്ചിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇതുകൂടാതെ തന്നെ മറ്റൊരു ഫെസിലിറ്റി ഇതിനകത്ത് പറയാനുള്ള വെച്ചാൽ ഇതിന്റെ സ്റ്റൈലിംഗിൽ പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഹെഡ് ലാമ്പ്സിന്റെ ഡിസൈൻ. ഹെഡ് ലാമ്പ്സിന്റെ ഡിസൈനിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് ലാമ്പ് നമ്മൾ സൺഗ്ലാസസിനോട് ഉപഗമിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡ്യുവൽ ടോൺ ബമ്പേഴ്സിന്റെ സ്റ്റൈലിംഗ് ഒരു സ്റ്റൈലിംഗ് ഫീച്ചറിൽ തന്നെയാണ് സൈഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഡ്യുവൽ ടോൺ ഒരു രീതിയിലുള്ള ക്ലാഡിങ്സ് സൈഡ് വീൽ ആർച്ചസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്ക് ടയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് ദ 14-inch വീൽസ്. 14-inch വീൽസ് ആണ്. അപ്പോൾ തന്നെ 12 സ്പോക്ക് അലോയ് വീൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ്, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ വെഹിക്കിളിൽ ABS സ്റ്റാൻഡേർഡ് ആണ്. എല്ലാ വേരിയന്റിലും ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ദ സസ്പെൻഷൻ സിസ്റ്റം, മാക്ഫെർസൺ ടൈപ്പ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം ആണ് നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം സസ്പെൻഷൻ സിസ്റ്റം ആണ് ഈ വെഹിക്കിളിന്റെ ചേട്ടൻ XUV 500 നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറകിലെ വീലുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സെമി ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റം ആണ്. ഒരു സുഗമമായ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഈ ഒരു SUV ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നല്ലൊരു ബെറ്റർ ആംഗിൾ ഓഫ് അപ്രോച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഓഫ് കാർസ് പൊതുവെ ഒരു റഫ് കണ്ടീഷൻസിൽ കൊണ്ടുവന്ന സമയത്ത് ഫ്രണ്ടിൽ ബമ്പറെല്ലാം നിലത്ത് ഇങ്ങനെ ഒരയുന്ന ഇതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെഹിക്കിളിന് അങ്ങനെ ഒരയാൻ സാധ്യതയില്ല, കാരണം നല്ലൊരു ആംഗിൾ ഓഫ് അപ്രോച്ച് നമുക്ക് ഈ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 170 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് സൈഡിൽസ് സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡോർ പാഡ്സ് അതുപോലെ തന്നെ ഈ ഒരു ബി പില്ലർ എല്ലാം തന്നെ ബ്ലാക്ക് കളറിലാണ്, ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള പില്ലേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓവർവിയൻസിൻ്റെ ഡിസൈൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ക്ലഞ്ച്ഡ് ഫിസ്റ്റിനുള്ള ഡിസൈനിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കൈ മടക്കി വെച്ച രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓവർവിയൻസിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ വെഹിക്കിളിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ്. റിയർ ഡോർ ഹാൻഡിൽസ് ഹൈ മൗണ്ടഡ് ആണ്. സോ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഹൈറ്റും വളരെ കൂടുതലാണ്. ഏകദേശം ഇത്രയും ഹൈറ്റ് നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹെഡ് റൂം മാക്സിമം നമുക്ക് ഈ വെഹിക്കിളിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. Coming to the rear part of the vehicle, ഈ വെഹിക്കിളിന് പുറകിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അർബൻ SUV ക്യാരക്ടർ ഉള്ള ഒരു SUV ആണ്, യങ് SUV ആണ് KUV 100. റിയറിൽ നമ്മൾ ബമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി ഹാവ് എ ഡ്യുവൽ ടോൺ ബമ്പർ. അതുപോലെ തന്നെ ഒരു റിയർ ടെയിൽ ലാമ്പ്
റിയർ ഫോഗ് ലാമ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ടെയിൽ ലാമ്പ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അർബൻ SUV ക്യാരക്ടർ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്കൾപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊത്തി വെച്ച രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ഉണ്ട്. എയറോഡൈനാമിക്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പോയിലർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ബൂട്ട് സ്പേസ്. ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൊക്കമുള്ള ആൾക്കും എളുപ്പത്തിൽ ബൂട്ടിനടിയിൽ നിൽക്കാൻ പറ്റും, അത്രയും ഹൈറ്റ് ഉണ്ട്. ബൂട്ട് സ്പേസ് 243 ലിറ്ററാണ് നമുക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നത് KUV 100. ബൂട്ട് സ്പേസ് 243 ലിറ്ററാണ്. ഏത് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് ബൂട്ട് സ്പേസ് ബൂട്ടിൽ വെച്ചിട്ടുള്ള എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൂട്ട് ലാമ്പ് ഉണ്ട്. ഇവിടെ ഒരു ഫാസ്റ്റ് ഫിൽറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ഫിൽറ്ററിൻ്റെ മുകളിലായിട്ട് ഒരു മൊബൈൽ ചാർജിങ് പോയിന്റ്. സോ നമ്മൾ പലപ്പോഴും ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചാർജ് ഇറ്റ് ഹിയർ ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദ പാർഷ്യൽ ട്രെയിൻ. ഇതിനകത്ത് സീറ്റ് ഫോൾഡിങ് ഓപ്ഷൻസും വരുന്നുണ്ട്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഇൻക്രീസ് ദ ബൂട്ട് സ്പേസ് അപ് ടു 273 ലിറ്റേഴ്സ്. ഇത്ര നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടാനായിട്ട് പറ്റും. അത്രയും സ്പേസ് നമുക്ക് കിട്ടും ഈ വീട്ടിൽ. മഹീന്ദ്ര KUV 100യുടെ പുറകിലത്തെ സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ സീറ്റ് നമുക്ക് നല്ലധികം സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സീറ്റാണ്. കാരണം ഇപ്പോൾ 3 പേർക്ക് ഇരിക്കാനുള്ള അത്രയും വീതി ഈ വെഹിക്കിളിനുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഒരു ഹാച്ച് ബാക്കിലൊക്കെ ഈ ഹൈ സപ്പോർട്ട് ഇത്രയും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് നല്ലൊരു ഹൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാല് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ഈ എൻഡ് വരെ ഇതിനത്രയും വീതി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം തന്നെ ഷോൾഡറും കൂടുതലാണ്. ഈ വെഹിക്കിളിൽ 3 ഹെഡ് റെസ്റ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പേർക്കും ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് തല ചായ്ച്ച് വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഹെഡ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സലൻറ്റ് ഹെഡ് റൂമാണ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് യൂട്ടിലിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പ് എല്ലാം പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോകും. നമുക്ക് 4 ഡോർസിലും ബോട്ടിൽ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 ഡോറിലും മ്യൂസിക് സിസ്റ്റം സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് വൺ മോർ തിങ്, ദർ ഇസ് എ സീക്രട്ട് ഇൻ ദിസ് വെഹിക്കിൾ. ഐ വിൽ ജസ്റ്റ് ഷോ യു. ഇതാണ് ഈ വെഹിക്കിളിൻ്റെ സ്റ്റോറേജ് ബിൻ. നമ്മൾ കാല് വയ്ക്കുന്ന സ്ഥലത്താണ് ഇതിൻ്റെ സ്റ്റോറേജ് ബിൻ വരുന്നത്. നമുക്കൊരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷൂ, ചപ്പൽസ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നമുക്കത് വളരെ കൺവീനിയൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനോ ഇൻ മൈ എക്സ്പീരിയൻസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം സീയിങ് സച്ച് കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി സ്പേസ് ഇൻ എ വെഹിക്കിൾ. അബൌട്ട് ദ ഡ്രൈവിംഗ് സീറ്റ്, നമുക്കൊരു ഹൈ മൗണ്ടഡ് സിറ്റിംഗ് പൊസിഷനാണ് ഈ വെഹിക്കിളിൽ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റിലാണ് സീറ്റ്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് ദ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഹിയർ ആൻഡ് ഓൾസോ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടാതെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. There are some more things in this vehicle that is like നമ്മൾ ലോങ് ട്രിപ്പ് പോക്കറ്റിലെല്ലാം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വാലറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിളാണ്. സോ ഫോർ കീപ്പിംഗ് ദാറ്റ് ദർ ഇസ് എ വാലറ്റ് ബോക്സ് in this vehicle and we have 2 more options, that is engine start stop facility and the few engine power mode, economy mode facility. Engine start stop നോർമലി നമ്മൾ കാണുന്നത് BMW അല്ലെങ്കിൽ ബെൻസ് പോലുള്ള വെഹിക്കിളിലാണ്. നമ്മൾ BMW ബെൻസ് ഒക്കെ ഏതെങ്കിലും ഒരു സിഗ്നലിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവും. ലൈക്ക് വൈസ് ഇൻ ദിസ് വെഹിക്കിൾ ഈ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിഗ്നലിൽ നിർത്തുകയാണെങ്കിൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവും ഇൻ 2 seconds. സോ നമുക്ക് ഒരുപാട് ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് പ്രകൃതിക്കും അധികം പൊല്യൂഷൻ എല്ലാം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതർ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ പവർ മോഡ്, എക്കണോമി മോഡാണ്. റൈറ്റ് നൗ വെരാ മോട്ടോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പെട്രോൾ വെഹിക്കിളാണ്. അവർ ഡീസൽ വെഹിക്കിളിൽ നമുക്ക് ഈ ഫെസിലിറ്റി പറഞ്ഞു തന്നിരുന്നു. ഈ എൻജിൻ പവർ മോഡ്, എക്കണോമി മോഡ് ആക്ച്വലി
ഇറ്റ് ഈസ് ഫോർ സേവിങ് മോർ ഫ്യൂവൽ. ലൈക്ക് ഒരാൾ മാത്രം ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് ഓഫ് പവർ അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്കണോമി മോഡിൽ ഓടിക്കാൻ പറ്റും. പവർ മോഡിൽ ഓടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ വി ഹാവ് മോർ പാസഞ്ചേഴ്സ് ഇൻ ദിസ് വെഹിക്കിൾ. സോ നമുക്കപ്പോൾ കൂടുതൽ പവർ വേണം. അപ്പോൾ നമുക്ക് പവറിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ മോഡ് ഓടിക്കാൻ പറ്റും. എക്കണോമി മോഡ് ഓടിക്കുമ്പോൾ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി മഹീന്ദ്ര ഓഫർ ചെയ്യുന്നുണ്ട്. മഹീന്ദ്ര 6 സീറ്റർ 5 സീറ്റർ അങ്ങനെ 2 സീറ്റിംഗ് ഓപ്ഷനിലാണ് KUV 100 പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 5 സീറ്റർ ഓപ്ഷനാണ്. 6 സീറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിൽ നമുക്ക് 3 പേർക്കുള്ള സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ അതിനൊരു ആംറെസ്റ്റും വരും. ആംറെസ്റ്റ് നമ്മൾ തുറന്നു വെക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ആസ് എ 6 സീറ്റർ. ആംറെസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ആസ് എ ആംറെസ്റ്റ്. So that is how Mahindra has designed this vehicle. There is in 6-seater vehicle we also have a storage space. ഈ 6-seater vehicle സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ, അതായത് കോഡ് ഡ്രൈവർ സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ there is a basket in that vehicle. Since we have the 5-seater vehicle, we cannot right now show it. മഹീന്ദ്ര KUV 100 ഇന്റീരിയറിന് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഈ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രൽ കൺസോൾ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 3.5 ഇഞ്ച് ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എന്നെ മഹീന്ദ്ര വിളിക്കുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നാണ്, മ്യൂസിക് സിസ്റ്റം എന്നല്ല, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നാണ്. ബിക്കോസ് മഹീന്ദ്ര അതിനകത്ത് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് സാധ്യമാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു ജോയ്സ്റ്റിക് സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളാണ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ദർ ഇസ് എ മൊബൈൽ ചാർജിംഗ് പോയിന്റ് ആസ് വെൽ. ഈ വെഹിക്കിളിൽ ലോങ് ട്രിപ്പ് എല്ലാം പോകുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ കൂൾഡ് ഗ്ലോ ബോക്സ് കൂളിംഗ് ഫെസിലിറ്റി ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പം കോള അല്ലെങ്കിൽ മാംഗോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് എൻ AC വെന്റ് ഹിയർ. സോ അത് കൂൾഡ് ആയിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലോങ് ട്രിപ്പിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണിത്. ഈ ഒരു വെഹിക്കിളിന്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്ര ഈസ് നോൺ ഫോർ ഇറ്റ്സ് സേഫ്റ്റി. ഇതിനകത്ത് എല്ലാ വേരിയന്റിലും നമുക്ക് ABS സ്റ്റാൻഡേർഡ് ആണ്. ഈവൻ ദ ചീപ്പസ്റ്റ് വേരിയന്റ് എല്ലാം ലോവസ്റ്റ് വേരിയന്റിലും ABS ഉണ്ട്. ഇതുകൂടെ തന്നെ എല്ലാ വേരിയന്റിലും എയർ ബാഗ്സ് 2 നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഓപ്ഷണൽ ആയിട്ടാണ് വരുന്നത്. ടോപ്പ് വേരിയന്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എയർ ബാഗ്സ് 2 ഉണ്ട്. ഞങ്ങളിപ്പം ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ടിരിക്കുന്നത് KUVയുടെ പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോളിന്റെ ടോപ്പ് വേരിയന്റ് ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഗിയറിന്റെ പൊസിഷനിങ് ആണ്. സ്റ്റിയറിംഗിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സോ നമുക്ക് ഒരുപാട് കൈയുടെ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാണ്. വളരെ സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ആൻഡ് പവർ നമുക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 82 bhp എന്നുള്ളത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വെഹിക്കിളിനകത്ത്. നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഈ വെഹിക്കിളിനകത്ത്. നമ്മളൊരു ഹൈ പൊസിഷൻ സീറ്റിംഗ് എല്ലാം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും.